നമസ്കാരം. മഹാദേവ് ഓൺലൈൻ വാതുവെപ്പ് ആപ്പ് കേസിലെ പ്രതികളിൽ ഒരാളും പ്ലാറ്റ്ഫോമിന്റെ ഉടമയുമായ രവി ഉപ്പൽ പിടിയിൽ. ദുബായിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇന്റർപോൾ മുഖേന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറപ്പെടുവിച്ച റെഡ് കോർണർ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞയാഴ്ച കസ്റ്റഡിയിലെടുത്ത ഉപ്പലിനെ ഇന്ത്യക്ക് കൈമാറാൻ അധികാരികളുമായി ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഇഡി പറഞ്ഞു. UAE-യിലെ ഒരു സെൻട്രൽ ഹെഡ് ഓഫീസിൽ നിന്നാണ് മഹാദേവ് വാതുവെപ്പ് പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കലും ഹവാല ഇടപാടുകളും നടത്തിയെന്നാണ് കേസ്. ഉപ്പലും മറ്റു പ്രതികളും ചേർന്ന് ഏകദേശം 6000 കോടി രൂപ നേടിയെന്നാണ് അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. ഒക്ടോബറിൽ ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ പ്രത്യേക പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് കോടതിയിൽ നടന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കേസിന്റെ അടിസ്ഥാനത്തിൽ ഉപ്പലും മറ്റൊരു പ്രൊമോട്ടറായ സൗരഭ് ചന്ദ്രകറും അന്വേഷണം നേരിടുകയാണ്. ഉപ്പലിനെതിരായ കേസുകളും മുംബൈ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വാതുവെപ്പിലൂടെ ലഭിക്കുന്ന പണം ഓഫ് ഷോർ അക്കൗണ്ടുകളിലേക്ക് ഒഴുക്കിവിടാൻ വലിയ തോതിലുള്ള ഹവാല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും പുതിയ ഉപയോക്താക്കളെയും ഫ്രാഞ്ചൈസി അന്വേഷകരെയും ആകർഷിക്കുന്നതിനായി വാതുവെപ്പ് വെബ്സൈറ്റുകളുടെ പരസ്യത്തിനായി ഇന്ത്യയിൽ പണമായി വലിയ തുക ചെലവഴിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. പോക്കർ, കാർഡ് ഗെയിംസ്, ബാഡ്മിന്റൺ, ടെന്നീസ്, ഫുട്ബോൾ, ക്രിക്കറ്റ് തുടങ്ങി വിവിധ ഗെയിമുകളിൽ അനധികൃത ചൂതാട്ടം സാധ്യമാക്കുന്ന ഓൺലൈൻ വാതുവെപ്പ് പ്ലാറ്റ്ഫോമാണ് മഹാദേവ് ആപ്പ്. ഛത്തീസ്ഗഡ് സ്വദേശികളായ ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൗരഭ് ചന്ദ്രകറും കൂട്ടാളി രവി ഉപ്പലും ചേർന്നാണ് ആപ്പ് പ്രവർത്തിപ്പിച്ചത്. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഭൂപേഷ് ബാഗേലിന് ഉപ്പലും മറ്റുള്ളവരും 508 കോടി രൂപ നൽകി എന്ന ഞെട്ടിക്കുന്ന ആരോപണങ്ങളും ഇതിനിടെ ഉയർന്നു. നവംബറിൽ ഈ ആരോപണങ്ങളും അന്വേഷണത്തിന്റെ വിഷയമാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിരുന്നു. അന്വേഷണത്തിനിടെ രൺബീർ കപൂർ, ശ്രദ്ധ കപൂർ, ഹുമ ഖുറേഷി, കപിൽ ശർമ്മ, ബൊമൻ ഇറാനി, ഹിന ഖാൻ എന്നിവരുൾപ്പെടെ നിരവധി ബോളിവുഡ് സെലിബ്രിറ്റികൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചിരുന്നു. ഉപ്പലും ചന്ദ്രകറും സംഘടിപ്പിച്ച പരിപാടികളിൽ പങ്കെടുത്തതിനോ പരിപാടികൾക്കോ പണമായി ഇവർ വലിയ തുക സ്വീകരിച്ചെന്നാണ് അന്വേഷണ ഏജൻസി സംശയിക്കുന്നത്. നേരത്തെ മഹാദേവ് ബുക്ക് ഓൺലൈൻ ഉൾപ്പെടെ 22 അനധികൃത വാതുവെപ്പ് ആപ്പുകൾക്കും വെബ്സൈറ്റുകൾക്കും കേന്ദ്ര സർക്കാർ വിലക്കേർപ്പെടുത്തിയിരുന്നു. മഹാദേവ് വാതുവെപ്പ് ആപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ അനധികൃത വാതുവെപ്പ് ആപ്പ് സിൻഡിക്കേറ്റിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നതിനിടെയാണ് IT മന്ത്രാലയം പുതിയ നിയന്ത്രണങ്ങൾ പുറപ്പെടുവിച്ചത്. ഇഡിയുടെ ശുപാർശ പരിഗണിച്ച ഇൻഫർമേഷൻ ടെക്നോളജി നിയമത്തിലെ സെക്ഷൻ 69A പ്രകാരമാണ് ഉത്തരവ്. നേരത്തെ ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ UAE ആസ്ഥാനമായുള്ള ആപ്പ് പ്രൊമോട്ടർമാരിൽ നിന്ന് 508 കോടി രൂപ കൈപ്പറ്റിയതായി ഇഡി അവകാശപ്പെട്ടതിനെ തുടർന്നാണ് മഹാദേവ് ഓൺലൈൻ വാതുവെപ്പ് ആപ്പ് കേസ് വാർത്തകളിൽ ഇടം നേടിയത്. വാതുവെപ്പ് ആപ്പ് വഴിയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഭൂപേഷ് ബാഗേലിന്റെ നേതൃത്വത്തിലുള്ള ഛത്തീസ്ഗഡ് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് നിഷ്ക്രിയത്വമുണ്ടായെന്ന് IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചിരുന്നു. സെക്ഷൻ 69A IT ആക്ട് പ്രകാരം വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് അടച്ചുപൂട്ടാൻ ശുപാർശ ചെയ്യാൻ ഛത്തീസ്ഗഡ് സർക്കാരിന് അധികാരമുണ്ടായിരുന്നു. എന്നാൽ അവർ അങ്ങനെ ചെയ്തില്ല. കഴിഞ്ഞ 1.5 വർഷമായി അവർ അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ പോലും സംസ്ഥാന സർക്കാർ അത്തരമൊരു അഭ്യർത്ഥന നടത്തിയിട്ടില്ല. ഇഡിയിൽ നിന്നാണ് ആദ്യമായി ഈ അഭ്യർത്ഥന ലഭിച്ചത്. അതിൽ നടപടിയെടുത്തു. സമാനമായ അഭ്യർത്ഥന നടത്തുന്നതിൽ നിന്ന് ഛത്തീസ്ഗഡ് സർക്കാരിനെ ആരും തടഞ്ഞിരുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു.